നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിന്ന് വളരെ ലളിതമായ ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് പ്രസവശേഷം സ്ത്രീകൾ എത്ര സമയത്തിനുള്ളിൽ അവരുടെ സാധാരണ ജീവിത രീതിയിലേക്ക് തിരിച്ചു വരാം എന്നുള്ളത്. പണ്ടത്തെ കാലത്ത് കേരളത്തിൽ പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകളെ അനങ്ങാനേ സമ്മതിക്കുകയില്ല. അവർ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കണമെങ്കിൽ കയറ് കെട്ടി ആ കയറിൽ പിടിച്ച് ആരെങ്കിലും ഒന്ന് താങ്ങി ഒക്കെയാണ് എണീപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ വിരളമല്ല. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്? എത്ര ദിവസം കഴിഞ്ഞ് ഒരു നോർമൽ പ്രസവം കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു സാധാരണ ജീവിതത്തിലേക്ക് എപ്പോൾ മടങ്ങാം? സാധാരണ ജീവിതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ എഴുന്നേൽക്കുകയും നടക്കുകയും കുഞ്ഞിനെ നോക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ജീവിതത്തിലേക്ക് എപ്പോൾ മടങ്ങാം? എപ്പോൾ അവർക്ക് ചെറിയ രീതിയിലുള്ള വ്യായാമം ആരംഭിക്കാം? ഇത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഡെലിവറി ആണെങ്കിലും വലിയ വ്യത്യാസങ്ങളില്ല. പക്ഷേ സിസേറിയന് ഒരു വലിയ മുറിവ് വയറ്റിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വേദന ഒരു വലിയ ഘടകമാണ്. അപ്പോൾ നമ്മൾ സാധാരണ അനങ്ങുക, നടക്കുക എന്നീ കാര്യങ്ങളിലൊക്കെ സിസേറിയൻ ആണെങ്കിലും നോർമൽ പ്രസവമാണ്, സാധാരണ സുഖപ്രസവമാണെങ്കിലും യാതൊരു വ്യത്യാസവും ഇല്ല തന്നെ. സിസേറിയൻ ആണെങ്കിൽ നമുക്കൊരു 24 മണിക്കൂർ എടുക്കും നമ്മളുടെ ഡ്രിപ്പൊക്കെ ഒന്ന് മാറ്റി വേദനാ സംഹാരികളുടെ ആ മയക്കമൊക്കെ ഒന്ന് വിട്ട് മൂത്രം പോകാനുള്ള ട്യൂബൊക്കെ മാറ്റാൻ 24 മണിക്കൂർ എടുക്കും. ആ 24 മണിക്കൂറിനകം നമുക്ക് വലുതായിട്ടൊന്നും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ കയ്യും കാലും അനക്കാനും, പ്രത്യേകിച്ച് കാല് സൈക്കിൾ പെഡൽ ചവിട്ടുന്നത് പോലെ അനക്കാൻ അവർക്ക് അപ്പോഴും പറ്റും. ആ വയറ്റിൻ്റെ വേദനയൊന്നും അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയില്ല. സിസേറിയൻ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ, നമ്മൾ പറയുന്നത് ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒന്ന് പതുക്കെ എണീറ്റ് നടക്കുകയും ഒക്കെ വേണം എന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ മരുന്നുകളൊക്കെ വേദനാ സംഹാരികൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മയക്കം കാണും, ഡ്രിപ്പ് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് 24 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവർക്ക് പതുക്കെ എണീറ്റ് തനിയെ നിൽക്കാം, തനിയെ ബാത്റൂമിൽ പോകാം, പിന്നെ കസേരയിൽ ഇരുന്നിട്ട് കുഞ്ഞിനെ തന്നെ എടുത്ത് തനിയെ തന്നെ പാല് കൊടുക്കുകയും ചെയ്യാം. അതിനകത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പോസ്റ്ററിനെ പറ്റിയാണ്. അതായത് വളഞ്ഞുകുത്തി നടുവിങ്ങനെ കൂനിയിരിക്കരുത്. എപ്പോഴും ബാക്ക്, അവരുടെ പുറകുവശത്തെ പേശികൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരിക്കണം. കൂനി പിടിച്ചിരിക്കുകയേ ചെയ്യരുത്. പാല് കൊടുക്കുമ്പോൾ പോലും കുഞ്ഞിനെ കുറച്ച് പൊക്കി വെച്ചിട്ട് നിവർന്നിരുന്ന് തന്നെ പാല് കൊടുക്കണം. അതുപോലെ കുഞ്ഞിൻ്റെ തുണികൾ മാറ്റുമ്പോൾ കുഞ്ഞിനെ ഒരു ഉയർന്ന, നമ്മളുടെ കൈയുടെ ഏകദേശം ആ ലെവലിൽ വരുന്ന ഒരു പ്രതലത്തിൽ വെച്ച് വേണം കുഞ്ഞിൻ്റെ തുണികളൊക്കെ മാറ്റാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കൂനി കൂടിയിരുന്ന് മാറ്റുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ നടുവേദനയ്ക്കുള്ള ഏറ്റവും വലിയ കാരണം. അപ്പം നടു നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് തന്നെ കിടക്കണം. അതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴും അത് ഉറങ്ങുമ്പോഴും അതുപോലെ തന്നെ നടു ഒരു നല്ല ഫേം സർഫസിൽ തന്നെ വെച്ച് തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യണം. പിന്നെ എത്ര ദിവസം കഴിയുമ്പോൾ എക്സസൈസ് ചെയ്തു തുടങ്ങാം? അത് കൈയുടെയും കാലിൻ്റെയും ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഈ വേദനയൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങാം. അതിനു മുമ്പ് നമുക്ക് നടക്കുക, ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിയുമ്പോൾ കൈയനക്കുക, കാലനക്കുക, മുട്ട് മടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 4 ദിവസം കഴിയുമ്പോൾ ചെയ്തു തുടങ്ങാം. പിന്നെ ഈ മുറിവ് എപ്പോൾ ഉണങ്ങും പൂർണ്ണമായിട്ട് എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. നമ്മുടെ ഈ തൊലിപ്പുറത്തെയും തൊലിക്ക് തൊട്ട് താഴെയുമുള്ള മുറിവൊക്കെ ഒരു 7 ദിവസം തുടങ്ങി 9 ദിവസത്തിനകം ഉണങ്ങിയിരിക്കും. ബാക്കിയുള്ളതൊക്കെ, അതായത് സിസേറിയൻ്റെ സ്റ്റിച്ചൊക്കെ അകത്തുള്ള ഗർഭപാത്രത്തിനകത്തുള്ള ഉണങ്ങാനായിട്ട് ഒരു 2 ആഴ്ച തുടങ്ങി ഒരു 3 ആഴ്ച വരെ വരും. പിന്നെ നമുക്ക് ഈ നമ്മളിട്ടിരിക്കുന്ന സ്റ്റിച്ചിന് സാധാരണ ഒരാളുടെ തൊലിയോ അല്ലെങ്കിൽ മസിലോ ആയിട്ടുള്ള ശരിക്കുള്ള സ്ട്രെങ്ത് എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 6 മാസം എടുക്കും, ഒരു 2 വർഷം എടുക്കും. അതൊരു 99%, അതായത് പൂർവ്വ രീതിയിലേക്ക് വരാനായിട്ട്. പക്ഷെ അത്രയും ദിവസം ഒന്നും നമുക്ക് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് സാധാരണഗതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്തു തുടങ്ങാം. തീർച്ചയായിട്ടും ഒരു 3 മാസം കഴിയുമ്പോൾ ഗർഭപാത്രവും ഒരു ഗർഭിണിയുടെ പ്രസവിച്ച അമ്മയുടെ എല്ലാ
മസിലും ജോയിൻറ്റും ഒക്കെ പൂർവ്വസ്ഥിതിയിലെത്തും. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ വളരെ പതുക്കെ നമുക്ക് ഇപ്പോൾ ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകാം, നടക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നടക്കാൻ പോകാം, സൈക്കിൾ ചവിട്ടാം, നമുക്ക് നീന്താൻ പോകാം. പക്ഷേ എല്ലാം വളരെ ഗ്രാജുവലായിട്ട് വേണമെന്ന് മാത്രം. ചെല്ലുന്ന ദിവസം തന്നെ 10-15 മിനിറ്റ് ഒന്നിച്ച് എക്സസൈസ് ചെയ്യരുതെന്ന് മാത്രം. ഇപ്പോൾ സാധാരണ പ്രസവക്കാർക്ക് ഇത്രയും റെസ്ട്രിക്ഷൻ പോലും ഇല്ല. ഒരു രണ്ടാമത്തെ ദിവസം തന്നെ അവർക്ക് സാധാരണ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.